ജനമുന്നേറ്റ യാത്രയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച ജാഥ ക്യാപ്റ്റന് പതാക കൈമാറിക്കൊണ്ട് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യാനിരിക്കുന്ന റെസ്പെക്റ്റഡ് ഓർ നാഷണൽ വൈസ് പ്രസിഡന്റ് BM കാംബ്ലെ, രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര എന്ന പരിപാടിക്ക് നായകത്വം വഹിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, ഉപനായകരായ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കൽ, ജനറൽ സെക്രട്ടറി റോയി അറക്കൽ, ജാഥ അംഗങ്ങളായ നേതാക്കന്മാർ, പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അജ്മൽ ഇസ്മായിൽ, VP റഫീഖ്, സംസ്ഥാന സെക്രട്ടറിമാരായ PR സിയാദ്, കൃഷ്ണൻ എരഞ്ഞിക്കൽ, ജോൺസൺ കണ്ടച്ചിറ, P ജമീല, പാർട്ടി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് AK സലാഹുദ്ദീൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ അൻസാരി ഏനാത്ത്, അഷ്റഫ് പ്രാവച്ചമ്പലം, മുസ്തഫ പാലേരി, VM ഫൈസൽ, PM അഹമ്മദ്, മഞ്ജുഷ മാവിലാടം, M ഫാറൂഖ്, M താഹിർ, MM താഹിർ, ജോർജ് മുണ്ടക്കയം, T നാസർ. ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി KK ഫൗസിയ, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പാക്യാര, മറ്റ് സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ മതേതര വിശ്വാസികളായ നാട്ടുകാരെ, ക്രമസമാധാന പാലനം നിർവഹിച്ചുകൊണ്ട് നമ്മോട് സഹകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, മാധ്യമപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സംസാരിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഈ സദസ്സിനോട് ഒരു ക്ഷമാപണം നടത്തേണ്ടതെന്ന് ഉണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. അറിയിച്ചതിൽ 3/4 മണിക്കൂറിലേറെ വൈകിയാണ് ഈ പരിപാടി ആരംഭിക്കാൻ സാധിച്ചത്. കാരണം ഉത്തരവാദപ്പെട്ട ആളുകളുടെ എത്തിച്ചേരുന്നതിനുള്ള താമസമായിരുന്നില്ല. ഈ സൈറ്റിലെ അസഹ്യമായ വെയിലായിരുന്നു. ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഈ പരിപാടി ഈ ജാഥയുടെ ഔപചാരികമായ ഒരു ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനം മാത്രമാണ്. കാസർഗോഡ് ജില്ലയിലെ കൂടുതൽ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി ഇവിടെ നിന്ന് കാസർഗോഡിന് വേണ്ടി ആരംഭിക്കുന്ന ജാഥയുടെ സമാപന സ്ഥലമായ ഉദുമയിൽ നടക്കുന്നതാണ്. സാധ്യമാവുന്ന ആളുകൾ ആ പരിപാടിയിൽ എത്തിച്ചേരണം എന്ന് ആശിച്ചു പോവുകയാണ്. വളരെ പ്രസക്തമായ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു ജാഥ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാഥ ഏറെ പ്രസക്തമാണ്, പ്രധാനമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, രാജ്യം വളരെ നിർണായകമായ അതിദാരുണമായ ഒരു ചരിത്ര സന്ധിയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ഗാന്ധിജിയെ കൊന്ന സംഘപരിവാരുകാർ, RSSകാർ ഈ രാജ്യത്തെ കൊല്ലാൻ പോവുകയാണ്. ഈ മഹത്തായ നമ്മുടെ രാജ്യം നമ്മൾ നോക്കി നിൽക്കെ നമ്മുടെ കൺമുന്നിൽ ഇഞ്ചിഞ്ചായി, എന്നാൽ വളരെ വേഗം കൊലക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു നിർണായകമായ ഘട്ടത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ, അഖണ്ഡത, നമ്മുടെ വ്യവസ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും വെള്ളിത്താലത്തിൽ വെച്ച് നീട്ടിത്തന്നതല്ല. ഇതിൻ്റെ പിന്നിൽ ആയിരങ്ങളുടെ, പതിനായിരങ്ങളുടെ
അധ്വാനത്തിൻ്റെ, വിയർപ്പിൻ്റെ, ജീവൻ നൽകിയതിൻ്റെ, ജീവിതം നൽകിയതിൻ്റെ ഐതിഹാസികമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടം നടത്തിയ ആളുകളുടെ പിന്മുറക്കാരായ ഇന്ന് ജീവിക്കുന്ന പൗരസമൂഹം ഇത്തരമൊരു അപകടകരമായ രാഷ്ട്രത്തിൻ്റെ സന്ധിയിൽ എന്തു ചെയ്യുന്നു എന്നത് ചരിത്ര പ്രധാനമാണ്. ചരിത്രം അത് വിലയിരുത്തും, ചരിത്രം അത് രേഖപ്പെടുത്തും. ഭാവി തലമുറ നമ്മോട് ചോദിക്കും, നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്തെ തച്ചുടച്ചു കൊല്ലുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന നമ്മൾ എന്തു ചെയ്യുകയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ വെടി നമ്മുടെ രാഷ്ട്രത്തിന് സംഘപരിവാർ വെടിവെച്ചത് ഗാന്ധിജിയുടെ മാർത്തായിരുന്നു. ദേശ് കാ ഖത്ൽ എന്നാണ് അതിനെ വിശേഷിപ്പിച്ച് രാജ്യത്തിൻ്റെ ആദ്യത്തെ കൊലപാതകം. പിന്നീട് 1992 400 ചില്ലാനും വർഷക്കാലം ഒരു ജനവിഭാഗം, വിശ്വാസി വിഭാഗം ആരാധന നടത്തി വന്ന പള്ളി അനധികൃതം അതിനെ കയ്യേറ്റം ചെയ്ത് അവസാനം തച്ചുടച്ച ഘട്ടമുണ്ടായി. ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഇന്ത്യൻ ബഹുസ്വരതയുടെയും 3 താഴികക്കുടങ്ങളാണ് അന്ന് കൊലപാതകത്തിന് ഇരയാക്കിയതെന്ന് ദേശത്തെയും വിദേശത്തെയും നിരീക്ഷകന്മാർ പറയുകയുണ്ടായി. അതായിരുന്നു മറ്റൊരു ദേശ് കാ ഖത്ൽ. ഇപ്പോൾ ഇതാ രാജ്യത്തെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഗാന്ധിജി ചെയ്ത തെറ്റെന്തായിരുന്നു? അത് വിലയിരുത്തുന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും കമ്മ്യൂണിസ്റ്റും എല്ലാം തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട്, തുല്യ സമത്വം അനുഭവിച്ചുകൊണ്ട്, പൂർണ്ണ സുരക്ഷ അനുഭവിച്ചുകൊണ്ട്, വിവേചനങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുമ്പോൾ മാത്രമാണ് ഇന്ത്യ സ്വരാജ് സാർത്ഥമാകുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതായിരുന്നു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പാതകം. വിനായക് ഗോഡ്സെ ഇത് പറഞ്ഞിട്ടുള്ളതാണ് കോടതിയിൽ. ഇത് ഹിന്ദുത്വത്തിനെതിരാണ്. അതുകൊണ്ട് ഗാന്ധിജി ഒരു സാധാരണ മരണത്തിനിരയായിക്കൂടാ, അദ്ദേഹം അനുവദിച്ചുകൂടാ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞു ഗോഡ്സെ. ഗാന്ധിജി പറഞ്ഞ ഈ വാക്കുകളെ ആവർത്തിച്ച് പറയുന്നവർ, അതിനെ പ്രതിദാനം ചെയ്യുന്നവർ നിരന്തരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞും അറിയാതെയും ഇന്ത്യ രാജ്യത്ത്. ഗോവിന്ദ് പൻസാരെ, നരേന്ദ്ര ദബോൽക്കർ, ഗൗരി ലങ്കേഷ്, ഇതൊക്കെ ഉദാഹരണമാണ്. ഞാൻ പറയുന്നു, ഈ ഗാന്ധിജി പറഞ്ഞ ഈ ആശയമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ, നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്നതെങ്കിൽ, പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ, നമ്മളെയും കാത്തിരിക്കുന്നത് കൊലക്കത്തിയാണ്, വെടിയുണ്ടയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ധീരതയോടുകൂടി ജനങ്ങളുടെ മുമ്പാകെ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 പ്രമേയങ്ങൾ പാസ്സാക്കുകയുണ്ടായി ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഒന്ന് 1992 അന്നാണ് ബാബരി മസ്ജിദ് ആ വർഷമാണ് അടിച്ചു തകർത്തത്. അന്ന് അതിനെ അപലപിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ നിർവഹിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം. പിന്നീട് നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം 2024 മറ്റൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയം ഈ ചെയ്തിരിക്കുന്നത് വളരെ ചരിത്രപരമായ ഒരു ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ളതായിരുന്നു. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എവിടെ എന്ന് നമുക്കറിയാമല്ലോ. അടിയേറെ വിട്ടുക. രാമനോടോ ക്ഷേത്രത്തോടോ ഹിന്ദുമത വിശ്വാസികളോടോ നമുക്കൊരു വിരോധവുമില്ല, വിരോധമുണ്ടാകേണ്ടതുമില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ആരാധനാപാത്രമായി കാണുന്ന ചരിത്ര പുരുഷനായി കാണുന്ന അവതാര പുരുഷനായി കാണുന്ന ശ്രീരാമനെ ആരെങ്കിലും അനാദരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുസ്ലിങ്ങൾ പോലും അനാദരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റിതര ആരാധനാ മൂർത്തികളെയും അതുപോലെ തന്നെ ചരിത്ര പുരുഷന്മാരെയും ഒക്കെ തന്നെ ബഹുമാനിക്കുക എന്ന് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഭാവി തലമുറയ്ക്ക് വമ്പിച്ച പ്രചോദനമാകുമെന്ന്, ഐക്യത്തിൻ്റെ മൂല്യങ്ങൾ പകർന്നു നൽകുമെന്നാണ്.
ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇത് മതി എന്ന് ഞാൻ വിചാരിക്കുന്നു. രാജ്യം ഫാഷിസത്തിലേക്ക് അതിവേഗം നടന്നു നീങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിശദീകരിക്കാൻ ഇവിടെ അവസരമില്ല. ലോക ഫാഷിസത്തിൻ്റെ ഒരു മുന്നുപാധി എന്താണെന്ന് പറഞ്ഞാൽ, അത് ലോക നിരീക്ഷകന്മാർ പണ്ഡിതന്മാരൊക്കെ വിലയിരുത്തുന്നു. ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി ഫാഷിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഏക രാജ്യം അത് ഇന്ത്യ രാജ്യമാണെന്ന് പറയുന്നു. ഫാഷിസത്തിൻ്റെ മുന്നുപാധിയാണ് കോർപ്പറേറ്റിസം ഇന്ന് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. 5-10 കോർപ്പറേറ്റുകൾ അത് 6ആക്കി 2 കോർപ്പറേറ്റുകളെ ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളായി. നിങ്ങൾ അറിയണം, ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു ഐതിഹാസികമായ സമരത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് കർഷകരാണ്. എല്ലാവിടുത്തെ വിത്തും ഭൂമിയും അതുപോലെ വില നിർണ്ണയിക്കാനുള്ള അവകാശവും എല്ലാം തന്നെ ഈ കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതി കൊടുക്കുമ്പോൾ, ഞങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഫലം ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് ട്രാക്ടറുകളിലൂടെ മറ്റ് വാഹനങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ നമ്മൾ കേട്ടു. ഒരു രാജ്യം ശത്രു രാജ്യത്തിൻ്റെ സൈന്യത്തെ നേരിടുന്നത് പോലെയാണ് നമ്മുടെ ഭരണാധികാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തിൽ കിട്ടിയത് ഡ്രോൺ ഉപയോഗിച്ച് അവരെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർ വാതകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ജീവിപ്പിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ നട്ടലായ കർഷകരെ, നമ്മെ ഭക്ഷിപ്പിക്കുന്ന കർഷകരോട് സ്വീകരിക്കുന്ന സമീപനമാണ്. കൂടുതൽ പറയേണ്ടതില്ലല്ലോ. കോർപ്പറേറ്റിസം, ഫാഷിസം നടപ്പിലാക്കുന്ന ഏകാധിപത്യം അതിൻ്റെ വഴിയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏകാധിപത്യം നടന്നു വന്നിട്ടുള്ളത് ഈ രീതിയിലാണ്. ഇവിടെ ഒരു ഏകാധിപതിയെ സൃഷ്ടിച്ചെടുക്കുകയാണ്, ഒരു അവതാര പുരുഷനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ആ അവതാര പുരുഷൻ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി. ഇതെല്ലായിടത്തും നമ്മൾ കാണുന്നു. റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടുകളിലും മാത്രമല്ല, റേഷൻ കടകളിൽ പോലും മോദി സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. ഇതിന് ചില്ലറ ചിലവൊക്കെ വരും കേട്ടോ. ഒരു എയർപോർട്ടിൽ ഈ സെൽഫി പോയിന്റ് അതിൻ്റെ വിപുലമായ അർത്ഥത്തിൽ നിർമ്മിക്കുന്നത് 6,30,000 രൂപ ചിലവ്. 6,30,000. ഇനി സിമ്പിളായിട്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ 1,20,000 രൂപയാണ്. ആയിരക്കണക്കിന് റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാപിക്കാൻ കോടാനകോടി രൂപ വേണം. രാജ്യത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, കിടന്നുറങ്ങാൻ വകയില്ലാതെ കർഷകർ 30 പേര് വീതം ദിനം പ്രതി ഇന്ത്യ രാജ്യത്ത് കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക്. 2022 വരെ. ആരുടെ കണക്ക്? ഇന്ത്യൻ ഏജൻസിയുടെ, സർക്കാർ ഏജൻസിയുടെ കണക്ക്, ക്രൈം ബ്യൂറോയുടെ കണക്ക്. ഇവിടെയാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റേഷൻ ഷോപ്പിലും വേണം, എല്ലായിടത്തും പ്രാണപ്രതിഷ്ഠയിൽ 2 പ്രതിഷ്ഠയാണ്. ഒന്ന് ശ്രീരാമ പ്രതിഷ്ഠ, മറ്റൊന്ന് മോദി പ്രതിഷ്ഠ. മോദി അതിൻ്റെ ഭാഗമായിട്ട് അയോധ്യയിലൊക്കെ തന്നെ 2 കട്ടൗട്ടുകൾ, ഒന്നിടവിട്ട് 2 കട്ടൗട്ടുകൾ. ഏറ്റവും ശ്രദ്ധേയമായ കട്ടൗട്ടർ മോദിയുടേതായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിനെ അപഹസിക്കുന്നു, നോക്കുകുത്തിയാക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും കുറവ് പാർലമെൻറ്റ് സമ്മേളനം നടന്ന ടേം ഏതായെന്ന് ചോദിച്ചാൽ 274 ദിവസം 5 വർഷത്തിനിടയിൽ നടന്നിരിക്കുന്നത്. ഇതാ രാജ്യത്ത് നടക്കുന്നത്. പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കുന്നത് നമുക്കറിയാമല്ലോ. ഏകകക്ഷി ഭരണം, പ്രതിപക്ഷ രഹിത ഭരണം, ഇതൊക്കെ തന്നെ പ്രതിപക്ഷമുക്ത. അതിൻ്റെ മോഡൽ ഡെമോൺസ്ട്രേഷൻ നടപ്പിലാക്കിയത് ശീതകാല സമ്മേളനത്തിൽ നമ്മൾ കണ്ടു. എങ്ങനെ 146 MP നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് പുറത്തു നിർത്തി സസ്പെൻഡ് ചെയ്തു. 17 ബില്ലുകൾ ചുട്ടെടുത്തു. നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ തന്നെ പാർലമെൻറ്റിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 2 MP നിസ്സാര കാരണത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കി നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയാണ് രാജ്യം. ജനുവരി 30 പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗവും
ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ നമ്മുടെ ഇവര് നിർമ്മലാ സീതാരാമൻ നടത്തിയ പ്രസംഗവും ഹിന്ദുത്വത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ധ്വനിയായിരുന്നു എന്ന് നിരീക്ഷകന്മാർ, മാധ്യമപ്രവർത്തകർ പറയുന്നു. 17ാം ലോക്സഭ അവസാനിച്ചു. ഈ 17ാം ലോക്സഭയുടെ ഏറ്റവും അവസാനത്തിൽ മോദിയെ പുകഴ്ത്താൻ വേണ്ടി മാത്രം, പ്രശംസിക്കാൻ വേണ്ടി മാത്രം സമ്മേളനം നടത്തിയത്, ഒരു ദിവസം നീട്ടിയത് നമ്മൾക്കറിയാൻ കാണാം. പലരും വിഹ്വലതയോടുകൂടി നിരീക്ഷിക്കുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവസാനത്തെ, പാർലമെൻറ്റിൻ്റെ അവസാനത്തെ മീറ്റിംഗ് ആയിരുന്നു എന്ന് ഭയപ്പെടുന്നു. ഇവിടെ 40% അതിൽ താഴെയോ ആളുകളുടെ മാൻഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിശാച് കൂട്ടം രാജ്യത്തെ കൊല വിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളറിയണം. എന്നാൽ 60-70% ശതമാനത്തോളം ആളുകൾ ഇതിനെതിരാണ്. ആ 60-70% വരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ അവകാശികൾ. ഈ രാജ്യത്തെ സംസ്കാരത്തിൻ്റെ അവകാശികൾ അവരാണ്. ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരവരാണ്. അവരാഗ്രഹിച്ചു പോകുന്നു ഞങ്ങളെയൊക്കെ തന്നെ ഒറ്റ ചരടിൽ കോർത്തുകൊണ്ട് ഒരു ബദലുണ്ടായിരുന്നെങ്കിൽ. ബദലിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ബദലിൻ്റെ ദുർലക്ഷണങ്ങളും നമ്മൾ അനുഭവിച്ചു. അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെ അവസ്ഥ അവസാനം ഈ അനുമോദന പ്രമേയം പാസ്സാക്കുമ്പോൾ പോലും അവർ സ്വീകരിച്ച നിലപാടെന്താണെന്ന് കണ്ടു. അതിൽ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ടിരുന്ന നിതീഷ് കുമാർ രാഖി രാമായണമല്ല മണിക്കൂർ മാനം മാറി എന്തു ചെയ്തു എന്നും നമ്മൾ കണ്ടു. മമതയുടെ മമതയില്ലായ്മ നമ്മൾ കണ്ടു. മമതയില്ലായിരുന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണവും നമ്മൾ കേട്ടു. മമത വന്നാൽ ഞങ്ങൾ പോകും. ഇതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഈ രാജ്യം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫാസിസ്റ്റുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് രാമൻ്റെ പേരിലോ ഹിന്ദുക്കളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലോ വിശ്വാസത്തിൻ്റെ പേരിലോ അല്ല. രാമരാജ്യ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതും ശ്രീരാമ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതും അവസാനം അടിച്ച് പൊളിച്ച് തകർക്കുന്നു വരുന്നതിൽ എത്തിയതിനും നേതൃത്വം കൊടുത്ത അദ്വാനി വിശ്വാസിയായിരുന്നില്ല. ഇവർക്കൊക്കെ തന്നെ താത്വികമായ പിന്തുണ നൽകിയിരുന്ന VD സവർക്കർ വിശ്വാസിയായിരുന്നില്ല. ഗാന്ധിജിയുടെ ഇടനെഞ്ചിൽ വെടിവെച്ച ഗോഡ്സെ വിശ്വാസിയായിരുന്നില്ല. ഇത് ത്രാണിയോടുകൂടി പറയാൻ കഴിയണമല്ലോ. ഇത് വിശ്വാസമല്ല, ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല, ഇത് രാഷ്ട്രീയമാണ്. മറ്റൊരു വിഭാഗം വർഷങ്ങളോളം നടത്തിയ അതിനെ തകർത്ത ഭൂമിയിൽ ഒരു ക്ഷേത്രം പണിയുന്നത് അത് ഹിന്ദു മതത്തിന് യോജിച്ചല്ല, ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കഴിഞ്ഞോ? പറയുന്നുണ്ടോ? അതുകൊണ്ടാണ് ബദലിൽ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത്. SDP പോലുള്ള ചെറുതുകളോട് നിങ്ങൾ എവിടെയും കണ്ടുപോകരുത്, ഞങ്ങളെല്ലാവരും കൂടി ബദലുണ്ടാക്കി ഫാഷിസത്തെ ചെറുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. നമ്മുടെ പ്രസിഡന്റ് പ്രതികരണം ചോദിച്ചപ്പോൾ പ്രസിഡന്റ് നേരത്തെ തന്നെ പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? ഈ ബദലിനോടുള്ള സമീപനം നിങ്ങളുടേത് എന്തായിരിക്കും? ക്രിയാത്മകമായ സഹകരണത്തിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെയൊന്നും പോരുത്, അന്തപുരത്തിൽ പോയി താമസിച്ചു കൊള്ളണം, മറക്കുടയ്ക്ക് പിന്നിൽ കാണാമറയത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ മനസ്സില്ല എന്ന് പറയുവാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. കാരണം ഇവരിൽ വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. SDP ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ സ്വാഗത പ്രസംഗം പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട കുറേ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത്. ഈ മുദ്രാവാക്യങ്ങൾ കേന്ദ്രം ഭരിക്കുന്നവരുടെ മുന്നിലാണ് നമ്മൾ ഉയർത്തുന്നത്. പക്ഷേ കേന്ദ്രം ഭരിക്കുന്നവരുടെ ബധിരകരണങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് ഇത് ജനസാമാന്യത്തിന് മുമ്പ് പൊതുജനത്തിന് മുന്നിലാണ് വെക്കുന്നത്. അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് നിരാശയ്ക്ക് വകയില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഇത്തരമൊരു വിഭാഗത്തിന് തകർത്ത് കളയാൻ കഴിയില്ല. തൽക്കാലം കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കും. രാജ്യത്തെ ജനങ്ങൾക്ക് ദുരിതങ്ങൾ നൽകാൻ കഴിഞ്ഞിരിക്കും. എന്നാൽ ഇത് നമ്മളൊന്നു മാത്രം ചെയ്യുക, ജനങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഭയത്തെ മാത്രമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർത്തിയ മുദ്രാവാക്യം വിശപ്പിൽ നിന്നുള്ള മോചനം, ഭയത്തിൽ നിന്നുള്ള മോചനം എന്നായിരുന്നു.
നമ്മൾ ഭയപ്പെടാതിരിക്കുക. ഈ രാജ്യത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, ഈ രാജ്യത്തെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. വീണ്ടെടുക്കുന്നതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ഐതിഹാസിക പോരാട്ടത്തിൽ എല്ലാവിധ വൈജാത്യങ്ങളും മറന്നുകൊണ്ട് ഒപ്പമുണ്ടാകണം, സഹകരിക്കണം, സഹായിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDP.